കൊല്ലം. പേര് പോലെ തന്നെ കൊല്ലം ഒരു അടിപൊളി സ്ഥലമാണ് കേട്ടോ. ആലപ്പുഴ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ജലാശയങ്ങളുള്ള നാടാണ് കൊല്ലം. ഈ കൊല്ലത്ത് അഷ്ടമുടി കായലിൽ വെറും 20 രൂപയ്ക്ക് നമുക്കൊന്ന് കറങ്ങി വന്നാലോ? കൊല്ലം KSRTC സ്റ്റാൻഡിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ കാണുന്ന ബോട്ട് ജെട്ടിയിൽ നിന്നുമാണ് നമ്മുടെ ഇന്നത്തെ യാത്ര തുടങ്ങുന്നത്. വെള്ളമൊക്കെ വാങ്ങുന്നവർക്ക് വേണ്ടിയിട്ട് ഇവിടെ ചെറിയൊരു കടയുണ്ട്. എന്തായാലും ഇതൊരു ഉപകാരമായി മാറി. സമയം ഇപ്പോൾ 12 മണി കഴിഞ്ഞതേ ഉള്ളൂ. നമുക്ക് പോകേണ്ട ബോട്ട് എത്തുന്നത് 1:30-2 മണി അടുപ്പിച്ചാണ്. 2 മണിക്ക് ബോട്ട് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. അതുവരെ ഇവിടെ നിന്ന് മുഷിയേണ്ട കാര്യമില്ലല്ലോ. ഇവിടെ അടുത്തായി തന്നെ ഈയിടയ്ക്ക് ട്രെൻഡായി മാറിയ ഒരു പാലമുണ്ട്, ഓലയിൽ കടവ് ബ്രിഡ്ജ്. നമുക്ക് നേരെ പോയി അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാം. എന്താ ലുക്കല്ലേ! ഈ വരുന്ന ബോട്ടിലാണ് കേട്ടോ നമുക്ക് പോകാനുള്ളത്. കൃത്യം 1:45 തന്നെ ബോട്ട് കൊല്ലത്തേക്ക് എത്താറായി. 2 മണിക്ക് ഈ ബോട്ട് ഇവിടെ നിന്ന് പുറപ്പെടും. അതിനു മുന്നേ നമുക്ക് താഴെ ചെല്ലണം. ഒടുവിൽ നടന്ന് ബോട്ടിനടുത്തെത്തി. ഇനി നമുക്ക് അകത്തേക്ക് കയറിയാലോ? ഇത് സർക്കാർ ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി നടത്തുന്ന ഒരു സർവീസ് ബോട്ട് കൂടിയാണ്. കൊല്ലം മുതൽ സാമ്പ്രാണിക്കൊടി വരെയാണ് ഈ ഒരു യാത്ര നീളുന്നത്. 20 രൂപ ടിക്കറ്റ് നിരക്കിൽ നമുക്ക് സാമ്പ്രാണിക്കൊടിയിലെത്താം. കൃത്യം 2 മണിയായപ്പോൾ തന്നെ കൊല്ലത്ത് നിന്നും ബോട്ടെടുത്തു. ഈ കാണുന്നവരൊക്കെ ഇവിടുത്തെ സ്ഥിരം യാത്രക്കാരും പിന്നെ എന്നെപ്പോലെ ഈ സ്ഥലം കാണാൻ വന്നവരുമുണ്ട്. ഇദ്ദേഹമാണ് ബോട്ടിലെ കണ്ടക്ടർ. ടിക്കറ്റ് കയറുന്നതും എടുക്കുന്നതുമെല്ലാം കറക്റ്റ് ഒരു KSRTC ബസ് പോലെ തന്നെയുണ്ട്. വെള്ളത്തെ രണ്ടായി കീറി മുറിച്ചുകൊണ്ട് ബോട്ട് മുൻപോട്ട് നീങ്ങി. ഈ യാത്രയിൽ ഒട്ടും പ്രതീക്ഷിക്കാതെ കുറച്ച് അതിഥികളും വന്നെത്തി. ഈ കാണുന്നതാണ് തേവള്ളി പാലം. ഈ പറന്നു വരുന്ന കൂട്ടരെ കണ്ടോ? ഇവരാണ് ഞാൻ പറഞ്ഞ അതിഥികൾ. ഇനി ഈ യാത്രയിൽ 3/4 ഭാഗത്തോളം ഇവർ നമ്മുടെ കൂടെ ഉണ്ടാകും. ഇവരുടെ കുറേ രസകരമായ കാഴ്ചകളും നമുക്ക് കാണാം. ഈ കാണുന്ന റിസോർട്ടാണ് കൊല്ലത്തിൻ്റെ പ്രധാനപ്പെട്ട മറ്റൊരു അട്രാക്ഷനായ റാവിസ് റിസോർട്ട് എന്ന് പറയുന്നത്. ഹോ, നോക്കിക്കേ, എന്താ അല്ലേ! ഇതൊക്കെയാണ് ഈ വിഷ്വൽ ബ്യൂട്ടി എന്ന് പറയുന്ന സംഭവം. ഈ ബോട്ട് ഇവിടുത്തെ ജനങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു യാത്രാമാർഗം കൂടിയാണ്. ഈ കാണുന്ന വടം ഉപയോഗിച്ചാണ് ഇവർ തീരത്തേക്ക് ഈ ബോട്ട് അടുപ്പിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ അതിഥികളുടെ കാഴ്ചകളൊന്ന് നോക്കിയാലോ? അവരുടെ ആ ഒരു ഇരിപ്പ് നോക്കി, രാജകീയം, അല്ലാതെ എന്താ പറയുക.
പറന്നു വരുന്ന വരവൊന്ന് നോക്കിക്കേ. ഈ നീർക്കാക്കകൾ വെള്ളത്തിലിറങ്ങുമ്പോൾ ഇവരുടെ കാലൊരു ബ്രേക്ക് പോലെ യൂസ് ചെയ്താണ് ഇവർ വെള്ളത്തിലിറങ്ങുന്നത്. വീഡിയോയിൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാകും. ഈ കാണുന്ന ശില്പമാണ് ഗോഡ്സ് ഓഫ് ലൈറ്റ് എന്നറിയപ്പെടുന്നത്. വലിയ വിള ഗോൾഡൻ ലേക്ക് റിസോർട്ടിലാണ് ഈ ഒരു ശില്പം സ്ഥിതി ചെയ്യുന്നത്. ഇതുപോലത്തെ ചെറിയ ശിങ്കാര ബോട്ടുകളും ഇവിടെ സർവീസ് നടത്തുന്നുണ്ട്. ഈ കാണുന്നതാണ് കാവനാട് പാലം. ഇതുപോലത്തെ ഒരുപാട് പാലങ്ങൾ നമ്മുടെ അഷ്ടമുടി കായലിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഈ കായലിന് നടുക്കായി കാണുന്ന ആ പച്ചത്തുരുത്താണ് സാമ്പ്രാണിക്കൊടി എന്ന് പറയുന്നത്. അങ്ങനെ കുറേ നേരത്തെ യാത്രയ്ക്ക് ശേഷം സാമ്പ്രാണിക്കൊടി ബോട്ട് ജെട്ടിയിലേക്ക് എത്തി. ഈ കാണുന്നതാണ് സാമ്പ്രാണിക്കൊടി ബോട്ട് ജെട്ടി. ഇവിടെ നിന്നുമാണ് സാമ്പ്രാണിക്കൊടിയിലേക്ക് എല്ലാവരും യാത്ര തിരിക്കുന്നത്. അങ്ങനെ യാത്രക്കാർക്കൊപ്പം ഞാനും പുറത്തേക്ക് ഇറങ്ങി. ഈ കാണുന്ന ബോട്ടിലൊക്കെ ഉള്ളവരെല്ലാം സാമ്പ്രാണിക്കൊടിയിലേക്ക് പോകുന്നവരാണ്. നമ്മുടെ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് കൊല്ലം മുതൽ സാമ്പ്രാണിക്കൊടി വരെയുള്ള ബോട്ട് യാത്ര. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. അതുപോലെ വേറൊരു കാര്യം, ഈ ഒരു ബോട്ടിൽ സാമ്പ്രാണിക്കൊടിയിലേക്ക് പോകേണ്ടത് ഒരാൾക്ക് 150 രൂപയാണ് വരുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു കുഞ്ഞു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. കൃത്യം 3:30 തന്നെ ഇവിടെ നിന്നും കൊല്ലത്തേക്കൊരു ബോട്ടുണ്ട്. ഞാനും അതിൽ കയറി യാത്ര തുടങ്ങി. ഈ കാണുന്ന പാലത്തിലാണ് നമ്മൾ നേരത്തെ ഉച്ചയ്ക്ക് പോയി നിന്നത്. കൃത്യം 4 മണി ആവാറായപ്പോഴേക്കും ബോട്ട് തിരികെ കൊല്ലത്തെത്തി. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗകരമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ കുഞ്ഞു യാത്ര നിങ്ങൾക്കും ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുവാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് വഴി രേഖപ്പെടുത്തുവാനും മറക്കരുത്. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീണ്ടും ഇതുപോലെ മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ഓക്കെ, ബൈ ബൈ.